ഹലോ എവരിവൺ, നമുക്കിന്ന് ചാർട്ട് റീഡ് ചെയ്യാൻ പഠിച്ചാലോ? ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ചാർട്ട് റീഡിങ്. ചാർട്ട് റീഡിങ് ഇല്ലാണ്ട് നമുക്ക് ഒരു ട്രേഡിങ് നടക്കില്ല. നിങ്ങളിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്ററിന് നോക്കേണ്ട ആവശ്യമില്ല, ശരിയാണ്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാലും ഒരു ഷോർട്ട് ടേം ഇൻട്രാഡേ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ട്രേഡർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ചാർട്ട് റീഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പറയാൻ പോണ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എന്താ പറയുക, നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയണം, നിങ്ങളുടെ ട്രേഡിങ് കരിയർ ലോസിൽ മാത്രമായിരിക്കും. കാരണം നമുക്കിവിടെ ചാർട്ട് എന്ന് പറയുമ്പോൾ ചാർട്ടിൽ ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. എന്താ പറയുക, 1000, 10,000 അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും പഠിക്കാണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ലോസിലേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചാർട്ട് ട്രേഡിങ് എന്താണെന്ന് നോക്കിയാലോ? ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോക്ക് എടുക്കും. ഇപ്പം നമ്മൾ ടാറ്റ സ്റ്റീലാണ് എടുത്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിൽ നമുക്കറിയാം, ടാറ്റൻ്റെ പാരന്റ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ സ്റ്റീൽ ഇപ്പം എന്താണ് ടാറ്റ സ്റ്റീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് പക്ഷെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, ഇതിനെന്താ പറയുക, സ്റ്റോക്ക് ഡൗൺ സൈഡാണ് പോയിരിക്കുന്നത്, ലോവർ ഹൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ പറയേണ്ടത്? നമ്മൾ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണെന്നാണ് പറയേണ്ടത്. എന്താണ് സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ്? ഇത് ഇപ്പോൾ നിങ്ങളൊരു ട്രെൻഡ് ലൈനിൽ വരച്ചത് എവിടേക്കാണ്? ഡൗൺ ആണ് അല്ലേ? ഇപ്പോൾ ഒരു ട്രെൻഡ് എന്താ പറയുക, ഡൗൺ ട്രെൻഡ് എന്നാണ് ഇതിന് പറയേണ്ടത്. അതേ സമയത്ത് ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ നിന്ന് ഇത്ര കയറിപ്പോയി, ഇതിനെന്താ പറയേണ്ടത്? അപ്പോൾ ഇതിന് അപ് ട്രെൻഡ്. ഇത് അപ് ട്രെൻഡും ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി കാര്യമായിട്ട് ഇതാ ഇവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നത് ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ്. ഇത് കണ്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ട്രെൻഡാണ് ടാറ്റ സ്റ്റീൽ ഇവിടെ നിന്ന് തന്നിരിക്കുന്നത്. ഒരു ജൂൺ മുതൽ 2024 ജൂൺ മുതൽ ഇങ്ങോട്ട് എവിടം വരെ, നമ്മുടെ ഈ വർഷം 2025 ജാനുവരി വരെ ഡൗൺ ട്രെൻഡിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചൊന്ന് കയറാൻ ശ്രമിച്ചു. എവിടെ നിന്ന്? ഒരു ഏപ്രിലിൽ നിന്ന് തൊട്ടിട്ട് അതുവരെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു ട്രെൻഡ് കാണിച്ചെങ്കിലും സക്സസ് ആയില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് കടന്നു. അപ് ട്രെൻഡിലേക്ക് കടന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഒരു കൺസോൾട്ടേഷനിലേക്ക് വീണ്ടും സ്റ്റോക്ക് പോയി. ഒരു ആ നമ്മൾ ഈ കൺസൾട്ടേഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ കൺസൾട്ടേഷനിൽ ഇതിൽ ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ബേസിക് നമ്മളത് നോക്കേണ്ട ആവശ്യം, നമുക്ക് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു കൺസൾട്ടേഷനിൽ പോയി, എന്നിട്ട് വീണ്ടും സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നല്ല രീതിക്ക് ഈ ഒരു റാലിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ് ട്രെൻഡ്, കൺസൾട്ടേഷൻ, ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ടാറ്റ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഒരേ പ്രൈസിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു അപ് ട്രെൻഡായി, അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, അവിടെ നിന്നാണ് ഇത്ര താഴെ പോയത്. എപ്പോഴും ബൈ ചെയ്തവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മുടെ സ്റ്റോക്ക് ഒന്ന് ഡൗൺ ട്രെൻഡിലേക്ക് പോവുക. നമ്മൾ വിചാരിക്കും ഇതിലൊക്കെ റെഡ് ക്യാൻഡിൽസ് ഇല്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലേന്ന്? അതും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. പക്ഷേ ലോങ് ടേമിക്ക് ബിഗ് പ്ലേയേഴ്സ് എപ്പോഴും എൻ്റർ ചെയ്തവരും ലോവർ പ്രൈസിൽ നിന്ന് എടുത്തിട്ട്, കണ്ടില്ല, ഇതൊക്കെ ലോവർ പ്രൈസ് 100 രൂപ നിന്ന് എടുത്തിട്ട് അവരൊരു 100 ഹൈ എത്ര എഴുതിക്കണം, ഒരു 174 അല്ലെങ്കിൽ ഒരു 176 റേഞ്ചിൽ 180 റേഞ്ചിലൊക്കെ കയറിയിട്ട് അവിടെ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം നിയർലി ഒരു 65 പോയിന്റ്, അതായത് പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ ഹയർ പെർസെൻറ്റേജ് ആണ്. അവിടെ നിന്ന് നന്നായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിയും. എന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്യും? വീണ്ടും അവരുടെ ഒരു പ്ലാനിലേക്ക് എത്തുമ്പോൾ വീണ്ടും സ്റ്റോക്കിനെ ബൈ ചെയ്യും, വീണ്ടും കയറ്റും. നമുക്കറിയാമല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യണത് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ്, ഇവരുടെയൊക്കെ ബിഗ് പ്ലേയേഴ്സിൻ്റെ ഗെയിംസാണ്, മ്യൂച്വൽ ഫണ്ട്, FIs. അപ്പോൾ നമ്മൾ റീറ്റെയിലേഴ്സ് എന്താ ചെയ്യേണ്ടി? എവിടെയാണോ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണത് അവിടെ നിന്ന് നമുക്കും മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് അവരെവിടെയാണോ വിൽക്കണമെന്ന് സൂചന തരുന്നത് നമ്മൾ അവിടെ നിന്ന് സെല്ല് ചെയ്യുക. ഇതാണ് വേണ്ടത്. നമ്മളൊരു തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ട്രേഡർ ആണെങ്കിൽ, നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് ബിഗ് പ്ലേയേഴ്സ് അവരുടെ ഫണ്ട് ഇടുന്നത്, അതുപോലെ എവിടെയാണ് അവരുടെ ഫണ്ട് അവർ എന്താ പറയുക അവിടെ നിന്ന് അവർ എക്സിറ്റ് ചെയ്ത് പോകണമെന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാലാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നു, വീണ്ടും കയറിപ്പോയി, അത് കഴിഞ്ഞ ഒരു ഇറക്കം ഇറങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളിതിലൊക്കെ ട്രെൻഡ് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ട്രെൻഡ് ലൈൻസ് വർക്കാവുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ ഒരു ഷോർട്ട് ടേം ഗെയിമർ ആണെങ്കിലും നിങ്ങൾക്ക് ലോങ് ടേം ആണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ്സ്, നമുക്ക് ചാർട്ട് റീഡിങ്ങും അതുപോലെ ഇപ്പോൾ ഇതുപോലെ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മാർക്കിങ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചാർട്ട് റീഡിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ
താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് ഇൻഡിക്കേറ്ററിലേക്ക് പോകാം. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലേ, ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ EMI, അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. EMI എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ EMI വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മളിവിടെ EMI കണ്ടില്ലേ, ഇവിടെ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ EMI ആയിട്ട് വരുന്നത്. EMIയിൽ പോയിട്ട് നമുക്ക് ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ആവശ്യമുള്ള ഇൻഡിക്കേറ്റേഴ്സ് എടുക്കാൻ പറ്റുക. ഇതിലിപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഇവിടെ വോളിയം ഉണ്ട്, ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെറ്റിങ്സ്. ഇത് രണ്ടാണ് ഇപ്പം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഈ കണ്ണ് പോലത്തെ സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡോ ആവും അൺഹൈഡോ ആവും. അപ്പോൾ ഇതിലാണ് വോളിയം. വോളിയം ഇപ്പോൾ എന്താണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വോളിയം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഒരു ചാർട്ട് എടുത്തിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ നോക്കാം. അതിന് തന്നെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഹൊറിസോണ്ടൽ ഇതുണ്ടല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ എന്നുള്ള ഈ ലെങ്തി ലൈൻ എടുക്കാം. ഇതെടുത്തിട്ട് ആവശ്യമുള്ളത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതൊരു പ്രീവിയസ് ഇത് കണ്ടില്ലേ, ഇതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിലെന്ത് ചെയ്തു, അതിൽ സ്റ്റോക്ക് ഒന്ന് റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് എടുത്തു. ഇതിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ ആണ് സംഭവിച്ചത്. നേരത്തെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, പറ്റിയില്ല. പിന്നെ ഒന്ന് ഡൗൺ ട്രെൻഡിൽ പോയി, പിന്നെ വീണ്ടും അപ്പ് ട്രെൻഡിലേക്ക് വന്ന് സ്ലോ ഗ്രോത്തിൽ ഏകദേശം നിയർലി ഒരു ജനുവരി തൊട്ടിട്ട് ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് വന്നത്. സെപ്റ്റംബർ 8-9-10 മാസം മുകളിൽ 11 മാസം മുകളിൽ ഭയങ്കരമായിട്ട് കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് സ്റ്റോക്ക് എന്ത് ചെയ്തത്, കയറി ഒന്ന് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇവിടെ ബിൽഡപ്പ് ഒക്കെ നടത്തിയിട്ട് പിന്നെയാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നത്. എന്നിട്ടാണ് കയറിപ്പോയത്. എന്നിട്ട് കയറിപ്പോയ എന്ത് സംഭവിച്ചു, തിരിച്ച് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ, തിരിച്ച് താഴോട്ട് വരുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതുണ്ടല്ലേ, കയറിപ്പോയത് തിരിച്ച് വന്നപ്പോൾ സപ്പോർട്ട് ആക്ട് ചെയ്യും. ഇവിടെയും സപ്പോർട്ടായി. അതേ സമയത്ത് ഇതേപോലെ സപ്പോർട്ടുകളും എന്തായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചറിയാം, ഇത് കണ്ടില്ലേ, ഇതെന്തായി, ഈ ഒരു സപ്പോർട്ട് ഇതിൽ നേരത്തെ സപ്പോർട്ട് എടുത്താണ് റൈറ്റ്. അപ്പം ഇത് നേരത്തെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് സോണും ആയിരുന്നു. അപ്പം ഇതിലാണ് ഇപ്പം എന്ത് ചെയ്തത് സ്റ്റോക്ക്, ഇതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ശേഷം പിന്നെ തിരിച്ച് വന്നിട്ട് ഇത് കണ്ട തിരിച്ചിറങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും റെസിസ്റ്റൻസ് ആട്ടോ. ഇവിടെ നിന്ന് കയറിയിട്ട് പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കയറാൻ നേരത്ത് അത് വീണ്ടും എന്തായി, റെസിസ്റ്റൻസ് ആയി. ഈ റെസിസ്റ്റൻസിൽ നിന്ന് വീണ്ടും തട്ടി എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പിന്നെ ഇവിടെയാണ് അടുത്ത സപ്പോർട്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ശേഷം ഇതൊരു റെസിസ്റ്റൻസ് ആണ്, പിന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. 3 റെസിസ്റ്റൻസിന്റെ അതിലൊരു എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്തു. എന്നിട്ടാണ് വീണ്ടും കയറിപ്പോയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. നിങ്ങൾ എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്തോ നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സപ്പോർട്ട് എടുത്തായി കാണാൻ കണ്ടില്ലേ, ഇതിലൊരു സപ്പോർട്ടിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് കണ്ടില്ലേ. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് കയറിപ്പോയത്. ഇതൊരു എന്തായി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, ബൈ.